ഇറാന്റെ ഭരണകൂടം ഉടൻ അവസാനിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഒക്കെ ഒരുപോലെ ആവേശത്തോടെ പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് കൃത്യം ഏതാണ്ട് 12 ദിവസം കടന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അതുപോലെ പാശ്ചാത്യ അനുകൂല മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ പ്രവചിച്ചത് ഇറാന്റെ പതനം മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുമെന്നാണ്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇറാന്റെ ഭരണാധികാരികൾ എവിടേക്കെങ്കിലും ഓടി ഒളിക്കുകയോ ഇറാൻ ഭരണം ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രക്ഷോഭകാരികളെന്ന് വിളിക്കപ്പെടുന്നവർ പിടിച്ചെടുക്കപ്പെടുകയോ ഇറാനിൽ ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതിവിശേഷം പൂർണ്ണമായി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഇന്നത്തെ പച്ചയായ യാഥാർത്ഥ്യം. നമ്മൾ കാണുന്ന വാർത്തകൾക്കപ്പുറം മറ്റൊരു ലോകമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഇറാനിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നതെന്നതും സത്യമായ കാര്യമാണ്. പക്ഷേ ഈ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ഇടങ്ങളിലും പ്രക്ഷോഭകാരികളെ നേരിടാൻ കൂടുതൽ പോലീസും സൈന്യവും ഇറങ്ങുന്നത് കൊണ്ടാണ് എന്നതും പലയിടങ്ങളിലും സംഘർഷം മുറുകുന്നത് എന്നാണ് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ കുറച്ചു നേരത്തെ സംഘർഷങ്ങൾക്കപ്പുറം ആ സംഘർഷത്തിന് നേതൃത്വം കൊടുത്ത പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്യാനും ആ മേഖലയിലെ പ്രക്ഷോഭം പൂർണ്ണമായി ഇല്ലാതാക്കാനും അവിടുത്തെ സൈന്യത്തിനും പോലീസിനും കഴിയുന്നുണ്ട് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ തിരിച്ചടികൾ മനഃപൂർവ്വം വാർത്തകളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. ഈ കലാപത്തിന് പിന്നിൽ, ഈ സംഘർഷത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്നതും അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതായത് റഷ്യയുടെ ശക്തമായ പിന്തുണ ഇറാനുള്ളതുകൊണ്ടും ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും ആശങ്കക്കുഴപ്പവും ഭീതിയും ഉള്ളതുകൊണ്ടും ഒരു കാരണവശാലും ഇസ്രായേലും അമേരിക്കയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനിലേക്ക് നേരിട്ടൊരു സൈനിക ഓപ്പറേഷൻ നടത്തില്ല എന്നതും ലോകപരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ലോകത്തിന് അറിയുകയും ചെയ്യാം. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഭൂമിയിൽ പലയിടത്തും ബാലിസ്റ്റിക് മിസൈലുകളെന്ന വലിയ പ്രകടനശേഷിയുള്ള ഇറാൻ തദ്ദേശീയ ഉൽപ്പാദിപ്പിച്ച മിസൈലുകൾ വീണ് പൊട്ടിത്തകർന്നുവെന്ന കാര്യം ഇസ്രായേലിനും അറിയാം. അമേരിക്ക ആകട്ടെ ഇറാൻ ആണവോർജ്ജം അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിക്കുമെന്ന ഭീതിയുമുണ്ട്. അതോടൊപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയും അമേരിക്കയ്ക്ക് ശക്തമായി തന്നെ ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യ ഉക്രൈനിലേക്ക് പ്രയോഗിച്ച ഒരു മിസൈലുണ്ട്. ആ മിസൈൽ എന്ന് പറയുന്നത് ആണവായുധങ്ങൾ കൊണ്ടുപോകാൻ ശേഷിയുള്ള മിസൈലാണ്. 16,500 km/h, അതായത് മണിക്കൂറിൽ 16,500ഓളം കിലോമീറ്റർ വേഗതയുള്ള ഒരു മിസൈലാണത്. അത്തരം മിസൈലുകളൊക്കെ ഇറാന്റെ പക്കലുണ്ടെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളും ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർക്കാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്നും ഇവരെ പിന്നോട്ടടിക്കുന്ന പ്രധാനമായ കാര്യവും. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ആക്രമണത്തിന് തയ്യാറാകാതെ ഇറാനിൽ ആഭ്യന്തര കലാപം വർദ്ധിപ്പിച്ച് അതിനെ പിന്തുണച്ച് അത്തരം നീക്കങ്ങൾ ചില ഏജൻസികളുടെ സഹായം കൂടി നടത്തി ഇറാനെ ബുദ്ധിമുട്ടിക്കൽ എന്നതായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അമേരിക്ക ഇസ്രായേലും പദ്ധതി ഇട്ടിരിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ 12 ദിവസമായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസ് ഏജൻസികളുടെ കൂടി സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് കലാപകാരികൾക്ക് ഭരണത്തെ അസ്ഥിരപ്പെടുത്താനോ ഭരണകൂടത്തെ താഴെ ഇറക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം അടിച്ചമർത്തൽ നടപടികൾ, കൂട്ട അറസ്റ്റ്, വെടിവെപ്പൊക്കെ ആയിട്ട് ഇറാൻ മുന്നോട്ട് പോകുക കൂടിയാണ്. കാരണം ഇറാൻ ഇതിനു മുമ്പും 2022 ഇത്തരമൊരു സാഹചര്യത്തെ അതിജീവിച്ച് വന്നവരാണ്. അതിനെ അഭിമുഖീകരിച്ച് നല്ല പരിചയമുണ്ട് അവർക്ക്. എന്ന് മാത്രമല്ല ഇസ്രായേലും അമേരിക്കയുമാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ എങ്ങനെയും ഇതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല ഇതിനെ തോറ്റുകൊടുക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘർഷಕ್ಕೆ മുന്നിൽ വീണു പോകാതിരിക്കാൻ ഭരണകൂടം വലിയ തരത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതൊന്നുമല്ല. ഇറാൻ തകരുന്നു, ഇറാനിൽ ഇപ്പോൾ വലിയ പ്രശ്നമുണ്ടാകും, ഇറാന്റെ ഭരണം ഇതോടെ തീരുമെന്ന നിലയിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, കരുതിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുട്ടം പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇറാന്റെ ഇടപെടൽ ഇതിന് പിന്നിൽ ഉണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശക്തി ഇതിന് പിന്നിലുണ്ടോ എന്നതും അറിയില്ല. പക്ഷേ അമേരിക്കയിലും ഇസ്രായേലിലും വലിയ പ്രക്ഷോഭങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഇവിടെ മനസ്സിലാവുന്നത് ഇസ്രായേലിലെ തീവ്ര സൈനിസ്റ്റ് വിഭാഗത്തിലുള്ള അവിടുത്തെ ജൂതന്മാർ, അതായത് എക്സ്ട്രീമിസ്റ്റ് ഓർത്തഡോക്സ് ജൂതന്മാർ അവിടെ കുറെ കാലമായി പ്രതിഷേധം നടത്തുകയാണ്. ആ പ്രതിഷേധം പ്രധാനമായും ജെറുസലേം കേന്ദ്രീകരിച്ചാണ് നടന്നു വരുന്നത്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഇനിയും യുദ്ധം ചെയ്യാനായിട്ട് സൈനികർ ആവശ്യമുണ്ട് എന്നത് തന്നെയാണ്. അതായത് കൂടുതൽ സൈനികർ അവിടെ ആവശ്യമുണ്ട്. ഇനിയും ഒരുപാട് യുദ്ധങ്ങൾ നടത്താനുമുണ്ടെന്ന് നെതന്യാഹു ആവർത്തിച്ച് പറയുമ്പോൾ ഇതിനോടകം യുദ്ധത്തിൽ പല സൈനികരും പൂർണ്ണമായി തളർന്നിട്ടുമുണ്ട്. പലർക്കും പരിക്കേറ്റും മനോവീര്യം തകർന്നതും പലരും അവധിയിലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിന് ഇനി പുതിയ സൈനികരെ ആവശ്യമുണ്ട്. അപ്പോൾ നിർബന്ധിതമായ സൈനിക സേവനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നിയമം കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഓർത്തഡോക്സ് തീവ്ര വലതുപക്ഷ സൈനിസ്റ്റുകൾ അതിന് വഴിപ്പെടുന്നില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ പണി പ്രാർത്ഥനയാണ്.
ദൈവത്തെ ആരാധിക്കലാണ്, ഞങ്ങളുടെ മതഗ്രന്ഥമായ തോറയെ പ്രകീർത്തിക്കൽ മാത്രമാണ്, അല്ലാതെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യലൊന്നും ആവശ്യമില്ല, നിങ്ങൾ ചെയ്തോളൂ എന്ന മട്ടിൽ അവർ ആദ്യം തന്നെ അതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് അവിടുത്തെ സൈന്യം, അതായത് ഇസ്രായേലിലെ സൈന്യവും ഭരണകൂടവും ഈ തീവ്ര ഓർത്തഡോക്സ് കുടുംബങ്ങളിൽപ്പെട്ടവരെ നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടിയാണ് അവിടെ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചതും ഈ പ്രക്ഷോഭത്തിനിടയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു ലോറി ഓടിച്ചു കയറ്റുകയും അതിലൊരാൾ കൊല്ലപ്പെടുകയും ഒരു 14 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നിയന്ത്രണാതീതമായ പ്രക്ഷോഭമാണ് ഈ തീവ്ര ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടം ഈ യുദ്ധത്തിലേക്ക് നിർബന്ധിച്ച ആളെ കൊണ്ടുപോകുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്നും യുദ്ധം വേണമെങ്കിൽ മറ്റുള്ളവർ ചെയ്തോളൂ, ഞങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട തീവ്ര നിലപാട്, അതായത് ഓർത്തഡോക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹരീതി എന്ന് ജൂതന്മാർ എന്ന് പറയുന്ന ആളുകൾ ഇതിന് ഇറങ്ങില്ല എന്നവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഇസ്രായേലിൽ ഇപ്പോൾ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭമായി കൂടി മാറിയിരിക്കുകയാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാനിലെ പ്രശ്നം മാത്രം പറയുന്നു. ഇറാനിലെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ സാമ്പത്തിക പ്രശ്നമാണ്, ഉപരോധമാണ്. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവരെ ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇറാൻ മുന്നോട്ട് പോകാനുള്ള വഴികളിലൊക്കെ അടയുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു പാശ്ചാത്യ ഉപരോധം കൊണ്ട് മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ 40 വർഷമായി ഇറാൻ മുന്നോട്ട് പോകുന്നത് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനിടയിൽ ഇസ്രായേലിലെ നെതന്യാഹു ഭരണകൂടം വലിയ പ്രതിസന്ധിയിൽ കൂടി ആയിരിക്കുകയാണ്. ഈ തീവ്ര സൈനിസ്റ്റുകൾ പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ നെതന്യാഹു ഭയന്നു പോകുന്ന സാഹചര്യം മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിർബന്ധിത സൈനിക സേവനത്തിന്റെ പേരിൽ ചെകുത്താനും കടലിനും നടുവിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നെതന്യാഹു മാറിയിരിക്കുക കൂടിയാണ്. മറ്റൊന്ന് അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അമേരിക്കയിലെ കാര്യങ്ങൾ വംശീയമായ ഒരു നിലയിലേക്ക് കൂടി പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ നിക്കോൾസ് എന്ന് പറയുന്ന ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നു. കുടിയേറ്റക്കാരെ പിടികൂടാൻ വേണ്ടി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരിശോധനയ്ക്കിടയിലാണ് ആക്രമണം ഉണ്ടായത്. റെനി നിക്കോൾസ് അവിടുത്തെ ഒരു സെലിബ്രിറ്റി കൂടിയാണ്, കവിയാണ്, എഴുത്തുകാരിയാണ്. മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തിയപ്പോൾ ഇമിഗ്രേഷൻ ഏജന്റുമാരുടെ ആക്രമണത്തിൽ അവർ ക്രൂരമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ അമേരിക്കയിലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ നടക്കുകയാണ്. ട്രംപ് സകലരെയും വെല്ലുവിളിച്ചും തീരുവ നയങ്ങൾ പ്രഖ്യാപിച്ചും കുടിയേറ്റ നയങ്ങൾ മാറ്റിയെഴുതിയും ജനങ്ങളെ പൊരുതുമുട്ടിക്കുന്ന വിഷയമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ ഇതൊന്നും കാണാതെ ഇറാൻ ഇപ്പോൾ തകരുമെന്ന നിരന്തരമായി പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇറാന്റെ തകർച്ചയെ പോലെ തന്നെ വലിയ തിരിച്ചടികൾ അമേരിക്കയും ഇസ്രായേലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ 12 ദിവസമായിട്ടും ഒന്നും സംഭവിക്കാത്തത് അമേരിക്കയെ ചൊടിപ്പിക്കുന്നുമുണ്ട്. തങ്ങൾ വിതച്ച വിത്ത് അവിടെ മുളയ്ക്കാത്തതും എന്നാൽ സ്വന്തം നാട്ടിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മുളച്ചു പൊങ്ങുന്നതും അവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാന്റെ പതനം കാണാൻ കാത്തിരിക്കുന്ന ഗോദി മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഭാഗം വലതുപക്ഷ മാധ്യമങ്ങൾ ഇസ്രായേലിലെ തെരുവുകൾ കത്തുന്നത് എന്തേ കാണുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപിനെതിരെ ഉയർന്ന ജനരോഷം എന്തേ റിപ്പോർട്ട് ചെയ്യുന്നില്ല? ഇതൊന്നും എവിടെയും വലിയ രീതിയിൽ പ്രോജക്റ്റ് ചെയ്യപ്പെടുന്നുമില്ല എന്ന് മാത്രം ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. ട്രംപ് ഇറാനെ തീർക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഒന്നുമല്ലാതായി മാറുന്ന ഘട്ടത്തിൽ തന്നെ അമേരിക്കയിലും ഇസ്രായേലിലും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നുള്ളതും വസ്തുതാപരമായ കാര്യമാണ്. ഇറാൻ എന്നത് വെറുമൊരു രാജ്യമല്ല, മറിച്ച് അതൊരു വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കേന്ദ്രം കൂടിയാണ്. അമേരിക്കയുടെ പക്കലുള്ളതിനേക്കാൾ വേഗതയുള്ള വീര്യം കൂടിയ മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് റഷ്യ തെളിയിക്കുമ്പോൾ ആ സാങ്കേതിക വിദ്യ ഇറാന് ലഭിക്കില്ലെന്ന് ഉറപ്പിക്കാൻ ആർക്കും കഴിയില്ല. 16,500 കിലോമീറ്റർ വേഗതയുള്ള മിസൈലുകൾക്ക് മുന്നിൽ വാഷിംഗ്ടണും ടെൽ അവീവും വെറും നിസ്സാര ലക്ഷ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ആഭ്യന്തരമായി തകർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ 12ാം ദിവസത്തെ അനുഭവം പഠിപ്പിക്കുന്നത് ഇറാൻ അത്ര പെട്ടെന്നൊന്നും തകരില്ല എന്ന് തന്നെയാണ്. ഓരോ അറസ്റ്റും ഓരോ തിരിച്ചടിയും ഇറാന്റെ സുരക്ഷാ സേനയെ കൂടുതൽ കരുത്തുറ്റവരാക്കുകയാണ്. അതേസമയം തന്നെ അമേരിക്കയിലും ഇസ്രായേലിലും കാര്യങ്ങൾ കൈവിട്ടു പോകുക കൂടിയാണ്. ഇസ്രായേലിലെ ഹരീതി ജൂതന്മാരുടെ പ്രതിഷേധം സൈന്യത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായാൽ നെതന്യാഹുവിന് തന്റെ അധികാരം സംരക്ഷിക്കാൻ യുദ്ധം തന്നെ നേരിടേണ്ടി വരും. അമേരിക്കയിലാകട്ടെ വംശീയ വിദ്വേഷവും സാമ്പത്തിക നയങ്ങളും ട്രംപിനെ വലിഞ്ഞു മുറുക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ജനവിഭാഗത്തെ അണിനിരക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ട്രംപിനെതിരെ അവിടെ ഒരു വലിയൊരു ജനക്കൂട്ടം തന്നെ അണിനിരക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. ചുരുക്കത്തിൽ ഇറാൻ തകരുമെന്ന് പറഞ്ഞു നടന്നവർ ഇപ്പോൾ സ്വന്തം രാജ്യത്തെ തീയണയ്ക്കാനുള്ള ഓട്ടത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. മാധ്യമങ്ങൾ എന്ത് പ്രചരിപ്പിച്ചാലും യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇറാന്റെ ഭരണകൂടം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ 12 ദിവസങ്ങൾ മാധ്യമങ്ങൾക്കൊരു പാഠം കൂടിയാണ്. നുണകൾ കൊണ്ട് ഒരു രാജ്യത്തെയും എന്നേക്കുമായി തകർക്കാൻ കഴിയില്ല എന്നുള്ള പാഠം ഇനിയെങ്കിലും ഈ പറഞ്ഞ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.